ആജ്ഞ രവീന്ദ്രനുണ്ട് കൊച്ചിയിൽ. ആജ്ഞ, എന്താണ് അവിടുത്തെ സാഹചര്യം? മറ്റ് ഏതൊക്കെ പ്രമുഖരാണ് അവിടേക്ക് വന്നു പോകാനുള്ളത്? എപ്പോൾ വീട്ടിൽ നിന്നും മൃതദേഹം എടുക്കും? സജിത്ത്, മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നടൻ മമ്മൂട്ടി പൊതുദർശനം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ട് പോയിട്ടുണ്ട്. പൊതുദർശനം 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്ത് എറണാകുളം ടൗൺ ഹാളിലാണ്. അതിനുശേഷം വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരും. നാളെ തന്നെയാണ് സംസ്കാരം ഉണ്ടാവുക. നാളെ ഇവിടുത്തെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. ഇത് രാവിലെ 8:30 കൂടിയാണ് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ശ്രീനിവാസൻ അന്തരിച്ചത്. ഇന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. അവിടുത്തെ മറ്റു ഫോർമാലിറ്റീസിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇപ്പോൾ പൊതുദർശനത്തിലേക്ക്. ഇവിടെ നിരവധി പ്രമുഖരാണ് വളരെ നേരമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പ്രമുഖരാണ്. സംവിധായകൻ രഞ്ജി പണിക്കർ, അതുപോലെ രമേശ് പിഷാരടി, മമ്മൂട്ടി തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പലരും മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല എന്നാണ് അറിയിച്ചത്. കാരണം നമുക്കറിയാം, മലയാള സിനിമയിലെ 48 വർഷത്തെ ഒരു മലയാള സിനിമയുടെ ഒരു വലിയൊരു അധ്യായമാണ് ഇല്ലാതായത്. അത് പ്രത്യേകിച്ചും അദ്ദേഹം കഴിഞ്ഞ 4 വർഷമായി അസുഖബാധിതനായിരുന്നു. പലതവണയും റിക്കവർ ചെയ്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ എന്ന പ്രതിഭ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത വിയോഗം എന്ന് തന്നെ വേണം പറയാൻ. ഇടയ്ക്ക് റിക്കവർ ചെയ്യുകയും ഇടയ്ക്ക് അതുപോലെ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നിരുന്നാലും ആ ഒരു കാലഘട്ടത്തിൽ പോലും പോയിട്ടുള്ള ഇനാഗുറേഷനും സിനിമകളും ഒക്കെ ആയാലും അദ്ദേഹം അങ്ങേയറ്റം ധർമ്മത്തോട് കൂടിയിട്ട് എല്ലാ സാഹചര്യങ്ങളെയും കണ്ടിരുന്നു എന്ന് വേണം. മലയാളി ഏത് കാലത്തും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ ധർമ്മത്തിന്റെ ഭാവനയിൽ ചാലിച്ച് വെള്ളിത്തിരിയിലെത്തിക്കാൻ ശ്രീനിവാസനോളം മികവ് പുലർത്തിയ ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്ത് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം സിനിമകളുടെ കാലഘട്ടം പോലെ ഈ കഴിഞ്ഞ 48 വർഷം മുഴുവൻ വിവിധ സിനിമയുടെ സമസ്ത മേഖലകളിലൊക്കെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പകരം ശ്രീനിവാസൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സമവാക്യമാണ് അദ്ദേഹം അവശേഷിപ്പിച്ചു പോയിരിക്കുന്നത്. എന്തായാലും ഈ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ 1 മണിയോടുകൂടി എറണാകുളം ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. നാളെ ആയിരിക്കും വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ മേഖലയിലെ പ്രമുഖരായ ആളുകളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് വീട്ടിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അവസാനമായി ശ്രീനിവാസനെ, മലയാള സിനിമയുടെ അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായി അദ്ദേഹത്തിന്റെ കാരണം എല്ലാവരും നമ്മളിപ്പോൾ പ്രമുഖരായ പല ആളുകളും ഇവിടെ എത്തി അവരോട് ഒരു അനുശോചനം എന്നുള്ള എങ്ങനെ അനുസ്മരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ചോദിക്കുമ്പോഴൊക്കെയും അവർ സംസാരിക്കാനാകാതെ വിരുമ്പുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. എന്തായാലും നിരവധി ആളുകൾക്ക് അങ്ങേയറ്റം സങ്കടകരമായ അവസ്ഥയിലേക്ക് മാറ്റിയിട്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. എന്തായാലും നാളെയാണ് സംസ്കാരം. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിലേക്ക്. അവിടേക്ക് കൂടുതൽ ആളുകൾ എത്താനാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് കുറച്ച് ഉള്ളിലായതുകൊണ്ടും ടൗൺ ഹാൾ കുറച്ച് സിറ്റിയോട് അടുത്ത് കിടക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടും കുറച്ചുകൂടി സൗകര്യം അതായിരിക്കും എന്നുള്ള ഒരു സജഷനും ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീനിവാസന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി എടുക്കും. അവിടെ കൂടുതൽ ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യമുണ്ട്. മുഖ്യമന്ത്രി വീട്ടിലേക്ക് പൊതുദർശനത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ ശേഷം നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക.